Dear children, we are discussing Social Science First Chapter 7 Kerala from 8th to 18th century. Our next topic is trade relations. Trade continued through the land route as well as the sea route during the medieval period like during the ancient period. Kodungalur, Kollam, Kozhikode, Pandalayini, Madai, Valapattanam etc. were the major trade centers during this period. Let's examine different kind of trade prevailed in the medieval period. There were three broad types of trades: regional trade, long distance trade, foreign trade. Regional trade means chandas and angadis were the major regional trade centers. Commodities used daily such as paddy, rice, vegetables, betel nut, salt, fish etc. were the major items exchanged. റീജിയണൽ ട്രേഡിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ ചന്തകളും അങ്ങാടികളുമായിരുന്നു. നിത്യോപയോഗ സാധനങ്ങളായിരുന്നു അവിടെ പ്രധാനമായും കൈമാറ്റം ചെയ്തിരുന്നത്. നെല്ല്, അരി, വെജിറ്റബിൾസ്, ഉപ്പ്, മീൻ തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങളായിരുന്നു അവിടെ കൈമാറ്റം ചെയ്തിരുന്നത്. ലോങ് ഡിസ്റ്റൻസ് ട്രേഡ് വാസ് മെയിൻലി വിത്ത് തമിഴ്നാടു, കർണാടക, ആന്ധ്രാപ്രദേശ് ആൻഡ് ഒറീസ. തമിഴ് ബ്രാഹ്മിൻസ് ആൻഡ് ചെട്ടീസ് were the main traders. Rice, chilli, cotton and other cloth material, silk and horses were brought to Kerala. Black pepper and other spices were taken from here. മിഡിവൽ പീരീഡിലെ ട്രേഡേഴ്സ് ലോങ് ഡിസ്റ്റൻസ് ട്രേഡിലും ഏർപ്പെട്ടിരുന്നു. തമിഴ്നാട്, കർണാടകം, ആന്ധ്ര, ഒറീസ തുടങ്ങിയ പ്രദേശങ്ങളുമായിട്ടായിരുന്നു ലോങ് ഡിസ്റ്റൻസ് ട്രേഡ്. തമിഴ് ബ്രാഹ്മണരും ചെട്ടിമാരുമായിരുന്നു പ്രധാനപ്പെട്ട ട്രേഡേഴ്സ്. അവർ ഇവിടേക്ക് കൊണ്ടുവന്ന പ്രധാന സാധനങ്ങൾ റൈസ്, ചില്ലി, കോട്ടൺ, സിൽക്ക് ക്ലോത്ത്, ഹോഴ്സസ് ഇതിനെയൊക്കെയായിരുന്നു പ്രധാനമായിട്ടും നമ്മളുടെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങൾ. ഇവിടെ നിന്ന് അവർ തിരിച്ചു കൊണ്ടുപോയിരുന്നത് ബ്ലാക്ക് പെപ്പറും മറ്റ് സ്പൈസസും ഒക്കെ ആയിരുന്നു ഇവിടുന്ന് തിരിച്ചു കൊണ്ടുപോയിരുന്നത്. The Arabs, Chinese, Europeans etc. were the main foreign traders. Black pepper, ginger, cardamom, cinnamon, other spices, coconut etc. were taken from here. Gold, copper, silver, china, clay, pottery, silk etc. were brought to Kerala. മിഡിവൽ പീരീഡിൽ അറബ്സ്, ചൈനീസ്, യൂറോപ്യൻസ് തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് കേരളത്തിന് ഫോറിൻ ട്രേഡ് ഉണ്ടായിരുന്നു. ഫോറിനേഴ്സ് ഇവിടുന്ന് പ്രധാനമായിട്ടും കൊണ്ടുപോയിരുന്നത് ബ്ലാക്ക് പെപ്പർ, ജിഞ്ചർ, കാർഡമം, സിനമൺ, സ്പൈസസ്, കോക്കനട്ട് തുടങ്ങിയവയായിരുന്നു. ഗോൾഡ്, കോപ്പർ, സിൽവർ, ചൈന ക്ലേ, പോട്ടറി, സിൽക്ക് തുടങ്ങിയവ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയിരുന്നു. പയ്യന്നൂർ പാട്ട് എന്നത് പഴക്കം കൃത്യമായി നിർണ്ണയിക്കപ്പെട്ടിട്ടില്ലാത്ത നാടൻ പാട്ടുകളാണ്. മിഡിവൽ കേരളയിൽ നിലവിലുണ്ടായിരുന്ന ട്രേഡ് ഗിൽഡുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പയ്യന്നൂർ പാട്ടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. The above verses are from the 18th century Payyanur Pattu. The chettis mentioned in these verses are traders. What is meant by Anjuvannam and Manigramam? Anjuvannam and Manigramam are the trade guilds existed in the medieval Kerala till the 14th century. They were active in both sea and land trade. Until the arrival of Portuguese by the end of the 15th century, the Arabs and Chinese were the main traders. With the arrival of Europeans, the Arab-Chinese trade with Kerala got disrupted. The Europeans monopolized the sea trade. They gained the upper hand in sea trade. Consequently, the Europeans started controlling the rich resources of Kerala. മിഡിവൽ പീരീഡിൽ കേരളത്തിൽ 14th സെഞ്ച്വറി വരെ നിലനിന്നിരുന്ന കച്ചവട സംഘങ്ങളാണ് അഞ്ചുവണ്ണവും മണിഗ്രാമവും. 15th സെഞ്ച്വറിയുടെ അവസാന കാലഘട്ടത്തിൽ പോർച്ചുഗീസുകാർ എത്തുന്നതുവരെ അറബ്സും ചൈനീസുമായിരുന്നു പ്രധാനപ്പെട്ട ട്രേഡേഴ്സ്. യൂറോപ്യൻസിൻ്റെ വരവോടുകൂടി അറബ്സിനും ചൈനീസിനും അവരുടെ ട്രേഡ് നഷ്ടപ്പെട്ടു. The Europeans monopolized the sea trade. They gained the upper hand in sea trade. Consequently, the Europeans started controlling the rich resources of Kerala. Next topic is cultural synthesis. മൂഷക വംശകാവ്യത്തിൽ നിന്നുള്ള വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 11th സെഞ്ച്വറിയിൽ രചിക്കപ്പെട്ട മൂഷക വംശകാവ്യം കേരളത്തിലെയും ഇന്ത്യയിലെയും ആദ്യത്തെ രാജവംശാവലി ചരിതമാണ്. ഏതാണ്ട് 6th സെഞ്ച്വറി മുതൽ 11th സെഞ്ച്വറി വരെയുള്ള കാലഘട്ടത്തിൽ കോലത്തുനാട് ഭരിച്ചിരുന്ന മൂഷക രാജവംശത്തിലെ രാമഘടൻ മുതൽ ശ്രീകണ്ഠൻ വരെയുള്ള 180ഓളം രാജാക്കന്മാരുടെ ഭരണകാലമാണ് ഈ കാവ്യത്തിൽ വിവരിക്കുന്നത്. ശ്രീകണ്ഠൻ്റെ കൊട്ടാരം കവി അതുലനാണ് ഈ കാവ്യം എഴുതിയിരിക്കുന്നത്. These verses from the Mushaka Vamshakavyam explains that all the people who worshipped different goddesses coexisted peacefully in the medieval Kerala like in Tanasram premises where the wild animals forgot their rivalry and lived peacefully. Along with the exchange of goods in trade, different cultures also got exchanged. ആശ്രമമുറ്റത്ത് ശത്രുത മറന്ന് വൈൽഡ് അനിമൽസ് പോലും സമാധാനത്തോടെ കഴിയുന്നത് പോലെ വ്യത്യസ്ത ദൈവങ്ങളെ ആരാധിക്കുന്നവർ
ഐക്യത്തോടും സമാധാനത്തോടെയും മിഡിവൽ കേരളത്തിൽ ജീവിച്ചിരുന്നു എന്നാണ് മൂഷക വംശകാവ്യത്തിലെ ഈ വരികൾ വ്യക്തമാക്കുന്നത്. Along with the exchange of goods and trade, different cultures also got exchanged. The trade relations played a crucial role in developing cultural integration in Kerala. It was during the medieval period that Kerala became a land where people of different religions started living in peace and harmony. The Brahmins, the Jains, the Buddhists, the Jews, the Christians and Muslims spread during this period. The rulers of Kerala viewed all religions equally. As mentioned earlier, the Naduvadis used to donate land to Brahmins and temples. Naduvadis also used to grant the Jains, Buddhists, the Jews, the Christians and Muslims different kind of rights. Next topic is societal controls. There were rules and norms control the social relationship during the medieval period. During the Perimal period, there was a custom called Muzhikulam Kacham. It was mainly applicable to the Brahmins and the temple communities. During the Perimal period, traditional customs mainly controlled the society. After this period, Kachams disappeared and another set of customs and modes known as Keed Maryada gained prominence. There were different Maryadas: Desha Maryada, Todil Maryada, Sorupa Maryada, Shudra Maryada, Jati Maryada. Jati Maryada, which was followed by the occupational groups. Medieval period social relationships നിയന്ത്രിക്കുന്നതിനായിട്ട് റൂൾസും നോംസും എല്ലാം നിലവിലുണ്ടായിരുന്നു. പെരുമാൾ പീരീഡിൽ മൂഴിക്കുളം കച്ചം എന്നുള്ള കസ്റ്റം നിലനിന്നിരുന്നു. മൂഴിക്കുളം കച്ചം പ്രധാനമായും ബാധകമായിരുന്നത് ബ്രാഹ്മിൺസിനും ടെമ്പിൾ കമ്മ്യൂണിറ്റീസിനും ആയിരുന്നു. ടെമ്പിൾ കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമൂഹത്തിനും ബാധകമാകുന്നതായിരുന്നു മൂഴിക്കുളം കച്ചം. പെരുമാൾ കാലഘട്ടത്തിന് ശേഷം കച്ചങ്ങൾ അപ്രത്യക്ഷമാവുകയും മറ്റ് ചില കസ്റ്റംസും മോഴ്സും എല്ലാം നിലവിൽ വരികയും ചെയ്തു. കീഴ്മര്യാദ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വിവിധ തരത്തിലുള്ള മര്യാദകൾ നിലനിന്നിരുന്നു. ദേശമര്യാദ, തൊഴിൽ മര്യാദ, സ്വരൂപ മര്യാദ, ശൂദ്ര മര്യാദ, ജാതി മര്യാദ. Generally, these societal rules were not violated. If did, it led to conflict. Previously mentioned land ownership right and relationships as well as the caste religious relationships were all based on these rules of the society. പെരുമാൾ കാലഘട്ടത്തിന് ശേഷം നിലവിൽ വന്ന കീഴ്മര്യാദകൾ പൊതുവെ ലംഘിക്കപ്പെടാറില്ല. അങ്ങനെ ലംഘിക്കപ്പെടുകയാണെങ്കിൽ അത് കോൺഫ്ലിക്റ്റിന് കാരണമാകുകയും ചെയ്തിരുന്നു. ലാൻഡ് ഓണർഷിപ്പ് റൈറ്റ് ആൻഡ് റിലേഷൻഷിപ്സ്, കാസ്റ്റ് റിലീജിയസ് റിലേഷൻഷിപ്സും എല്ലാം സമൂഹത്തിൽ നിലനിന്നത് മര്യാദകൾ അനുസരിച്ചായിരുന്നു. ഡ്യൂറിംഗ് ദി ടൈം ഓഫ് നാടുവാഴി, ട്രൂത്ത് ടെസ്റ്റ് ലൈക്ക് പോയിസൺ ടെസ്റ്റ്, വാട്ടർ ടെസ്റ്റ്, ഫയർ ടെസ്റ്റ്, വെയ്റ്റ് ടെസ്റ്റ് എക്സെട്ര were conducted in order to punish those who were guilty. Weight test was applicable for Brahmins and other upper caste. All other tests were applicable to the Avarna caste. During the medieval period, justice was not rendered equally to all. There were differences in the punishments given to Savarnas and Avarnas. നാടുവാഴികളുടെ കാലത്ത് കുറ്റം ചെയ്തവരെ ശിക്ഷിക്കുന്നതിനായിട്ട് പല രീതിയിലുള്ള ടെസ്റ്റുകൾ നിലവിലുണ്ടായിരുന്നു. പോയിസൺ ടെസ്റ്റ്, വാട്ടർ ടെസ്റ്റ്, ഫയർ ടെസ്റ്റ്, വെയ്റ്റ് ടെസ്റ്റ് തുടങ്ങിയവ അത്തരത്തിലുള്ള ടെസ്റ്റുകളായിരുന്നു. ഇതിൽ വെയ്റ്റ് ടെസ്റ്റ് എന്നത് ബ്രാഹ്മിൺസിനും മറ്റ് ഉയർന്ന ജാതിക്കാർക്കും മാത്രമുള്ളതായിരുന്നു. ബാക്കി എല്ലാ ടെസ്റ്റുകളും അവർണ കാസ്റ്റിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ആ കാലഘട്ടത്തിൽ വളരെ ജാതീയമായിട്ടുള്ള ഉച്ചനീചത്വങ്ങൾ നിറഞ്ഞൊരു കാലഘട്ടമായിരുന്നു. എല്ലാവർക്കും തുല്യമായിട്ടുള്ള ഒരു നീതി ആയിരുന്നില്ല ലഭിച്ചിരുന്നത്. വെയ്റ്റ് ടെസ്റ്റ് എന്നത് കുറ്റം ചെയ്ത ആളെ ആദ്യം ഒരു ത്രാസിലിരുത്തി തൂക്കിയ ശേഷം അയാൾ ചെയ്ത കുറ്റങ്ങൾ എഴുതിയ ഒരു താളിയോല അയാളുടെ ദേഹത്ത് വെച്ച് ചേർത്ത് വീണ്ടും തൂക്കും. തൂക്കം ആദ്യത്തേതിനേക്കാൾ കൂടിയാൽ ശിക്ഷ ലഭിക്കും. വെയ്റ്റ് ടെസ്റ്റ് ബ്രാഹ്മണർക്കും മറ്റു ഉയർന്ന ജാതിക്കാർക്കും മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ളതായിരുന്നു. പോയിസൺ ടെസ്റ്റ്, വാട്ടർ ടെസ്റ്റ്, ഫയർ ടെസ്റ്റ് തുടങ്ങിയവയായിരുന്നു മറ്റ് താഴ്ന്ന ജാതിക്കാർക്ക് അവർണ കാസ്റ്റിന് വേണ്ടിയിട്ടുണ്ടായിരുന്നത്. പോയിസൺ ടെസ്റ്റിൽ വിഷപ്പാമ്പിൻ്റെ കൂട്ടിൽ കുറ്റം ചെയ്തയാളുടെ കൈ വയ്ക്കുകയാണ് ചെയ്യുന്നത്. പാമ്പ് കടിക്കുകയാണെങ്കിൽ കുറ്റം ചെയ്ത് എന്ന് കണക്കാക്കും. വാട്ടർ ടെസ്റ്റിൽ മുതലയുള്ള കുളത്തിൽ കുറ്റം ചെയ്തയാളെ ഇറക്കുകയാണ്. മുതല പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ കുറ്റം ചെയ്തു എന്നാണ് കണക്കാക്കിയിരുന്നത്. ഫയർ ടെസ്റ്റിൽ തിളച്ച എണ്ണയിലോ നെയ്യിലോ കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിയുടെ കൈവിരൽ മുക്കും. വിരൽ പൊള്ളിയാൽ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കണക്കാക്കും. During the medieval period, justice was not rendered equally to all. There were differences in the punishments given to Savarnas and Avarnas. The above mentioned customs continued to be practiced in the society till the British rule.
From the 19th century onwards, unified laws came into force. Next topic is language, literature, art and science. We have already discussed in the previous classes the language, literature and science of medieval Kerala. Kerala was part of Tamilagam in ancient times. Malayalam language during this period had the influence of Tamil and Sanskrit. We can see examples of this kind of Malayalam from the 9th century in the plates inscribed in Vatteluttu script. As indicated earlier, Tharissapalli and Tirunelli edicts are examples for this. ഏൻഷ്യൻ ടൈംസിൽ കേരളം തമിഴകത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. തമിഴിൻ്റെ സ്വാധീനം പ്രകടമായതും സംസ്കൃതം കലർന്നതുമായിട്ടുള്ള രൂപമായിരുന്നു മിഡിവൽ പീരീഡിൽ മലയാള ഭാഷയ്ക്ക് ഉണ്ടായിരുന്നത്. 9th സെഞ്ച്വറി മുതൽ വട്ടെഴുത്തിലെഴുതിയ സ്ക്രിപ്റ്റുകളിലാണ് ഈ രീതിയിലുള്ള മലയാള ഭാഷ കാണുന്നത്. തരിസാപ്പള്ളി, തിരുനെല്ലി സ്ക്രിപ്റ്റുകൾ ഇതിന് ഉദാഹരണമാണ്. This kind of script can be seen in the documents till the 12th century CE. Influence of Malayalam is more evident in the work after this period. Ramacharitam, written in the 12th century, is considered as an early Malayalam book. By the 14th century, books were written in Manipravalam. Some of the famous books in Manipravalam during this period were ഉണ്ണുനീലി സന്ദേശം, ഉണ്ണിയച്ചി ചരിതം, ചന്ദ്രോത്സവം, അന്തപുര വർണ്ണനം, വൈശിക തന്ത്രം. By the 15th century, the writings of this style of literature came to an end. 12th century മുതൽ 14th century വരെയുള്ള കാലഘട്ടത്തിൽ മലയാളത്തിൻ്റെ സ്വാധീനം കൂടി വന്നു. 12th centuryയിൽ രചിക്കപ്പെട്ട രാമചരിതം മലയാളത്തിലെ ആദ്യകാല കൃതിയായാണ് കണക്കാക്കുന്നത്. 14th centuryയോടെ മണിപ്രവാള സാഹിത്യകൃതികൾ രചിക്കപ്പെട്ടു. മണിപ്രവാളം എന്ന് പറഞ്ഞാൽ സംസ്കൃതം ഇടകലർത്തി മലയാളത്തിൽ രചിച്ച സാഹിത്യകൃതികളാണ് മണിപ്രവാളം എന്നത്. മണിപ്രവാളത്തിൽ സന്ദേശകാവ്യങ്ങളും ചമ്പുകാവ്യങ്ങളുടെ പ്രത്യേകത എന്താണ്? ഗദ്യവും പദ്യവും ചേർന്നിട്ടുള്ള കാവ്യങ്ങളാണ് ചമ്പുകാവ്യങ്ങൾ. ഇതെല്ലാം രചിക്കപ്പെട്ടത് 14th centuryയിലാണ്. അക്കാലത്തെ പ്രധാന മണിപ്രവാള കൃതികൾ ഉണ്ണുനീലി സന്ദേശം, ഉണ്ണിയച്ചി ചരിതം, ചന്ദ്രോത്സവം, അന്തപുര വർണ്ണനം, വൈശിക തന്ത്രം എന്നിവയായിരുന്നു. രാമായണം, ഭാഗവതം, ശിവരാത്രി മഹാത്മ്യം എക്സെട്ര written by രാമപണിക്കർ, who belonged to the Niranam poet, were important in the growth of Malayalam language in the 15th century. Another important work of this time is ചെറുശ്ശേരി's കൃഷ്ണഗാഥ. നിരണം കവികളെക്കുറിച്ച് നിങ്ങൾ മലയാളം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നിരണം കവികളിൽപ്പെട്ട രാമപണിക്കർ അഥവാ കണ്ണശൻ മലയാളത്തിൽ എഴുതിയ രാമായണം, ഭാഗവതം, ശിവരാത്രി മഹാത്മ്യം എന്നീ കൃതികളും മലയാള ഭാഷയുടെ വളർച്ചയിൽ പ്രധാനപ്പെട്ടതാണ്. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയാണ് അക്കാലത്ത് മലയാളത്തിൽ രചിക്കപ്പെട്ട മറ്റൊരു പ്രധാന കൃതി. ഭക്തി ലിറ്ററേച്ചർ വാസ് പ്രസൻറ്റ് ഇൻ കേരള. ഇൻ ദി 17th century, ജ്ഞാനപ്പാന ആൻഡ് ശ്രീകൃഷ്ണ കർണാമൃതം written by പൂന്താനം നമ്പൂതിരി, ആധ്യാത്മരാമായണം കിളിപ്പാട്ടു ആൻഡ് മഹാഭാരതം കിളിപ്പാട്ടു written by തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എക്സെട്ര belong to the genre of ഭക്തി ലിറ്ററേച്ചർ. The 18th century, തുള്ളൽ songs by കുഞ്ചൻ നമ്പ്യാർ ആൻഡ് കുചേലവൃത്തം വഞ്ചിപ്പാട്ടു by രാമപുരത്ത് വാര്യർ made a major contribution to the growth of Malayalam language. The വടക്കൻ പാട്ടു ആൻഡ് തെക്കൻ പാട്ടു also spread orally during this period. മിഡിവൽ ഇന്ത്യയിലെ ഭക്തി മൂവ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതുപോലെ ഭക്തി സാഹിത്യം മലയാളത്തിലും ഉണ്ടായിരുന്നു. 17th centuryയിൽ പൂന്താനം നമ്പൂതിരി രചിച്ച ജ്ഞാനപ്പാന, ശ്രീകൃഷ്ണ കർണാമൃതം, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ ആധ്യാത്മരാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട് തുടങ്ങിയവ അക്കാലത്തെ ഭക്തി സാഹിത്യ കൃതികളാണ്. 18th centuryയിൽ കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ പാട്ടുകളും രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടും മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും വളർച്ചയിൽ വലിയ പങ്കുവഹിച്ചു. വടക്കൻ പാട്ട്, തെക്കൻ പാട്ട് തുടങ്ങിയ വായ്മൊഴി പാട്ടുകളും ഇക്കാലത്ത് പ്രചരിച്ചു. വടക്കൻ പാട്ടുകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. യുദ്ധത്തിൽ വിജയിക്കുന്ന പോരാളികളെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പാട്ടുകളായിരുന്നു വടക്കൻ പാട്ടുകൾ. തച്ചോളി ഉദയനനെ പുകഴ്ത്തുന്ന തച്ചോളിപ്പാട്ടും ആരോമൾ ചേകവരെ പുകഴ്ത്തുന്ന പുത്തൂരം പാട്ടും ഇതിൽ പ്രധാനപ്പെട്ടതാണ്. ദേശചരിത്രം, വിവാഹം, ദേവതാ സങ്കല്പങ്ങൾ, യുദ്ധവീരന്മാരെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പാട്ടുകൾ, യക്ഷിപ്പാട്ടുകൾ തുടങ്ങിയവയായിരുന്നു തെക്കൻ പാട്ടിലെ പ്രധാന വിഷയങ്ങൾ. ഇരവിക്കുട്ടിപ്പിള്ള പോരുപാട്ട്, പഞ്ചവങ്കാട് നീലിപ്പാട്ട് തുടങ്ങിയവ തെക്കൻ പാട്ടുകൾക്ക് ഉദാഹരണമാണ്. വടക്കൻ പാട്ട്, തെക്കൻ പാട്ട് തുടങ്ങിയ വായ്മൊഴി പാട്ടുകളും 18th centuryയിൽ മലയാള ഭാഷയുടെ വികാസത്തെ വളരെയധികം സ്വാധീനിച്ചു. The language and dialects of the people who migrated to Kerala contributed the growth of language. Tamil influenced Malayalam in the southern Kerala and influence of Kannada is evident in Malayalam in the northern Kerala.
കേരളത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് കുടിയേറിയ നിരവധി ജനവിഭാഗങ്ങളുടെ സംസാര ഭാഷയും ശൈലിയുമെല്ലാം ഭാഷയുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ തെക്കൻ അതിർത്തിയിൽ താമസിക്കുന്നവർ സംസാരിക്കുന്ന ഭാഷയ്ക്ക് തമിഴ് സ്വാധീനവും വടക്കൻ അതിർത്തിയിൽ താമസിക്കുന്നവർ സംസാരിക്കുന്ന ഭാഷയ്ക്ക് കന്നഡ സ്വാധീനവും പ്രകടമാണ്. മലയാളം was also influenced by the language of the people who had came through the sea route for trade. Influence of the Arab led to the development of Arab Malayalam. Muhyiddin Mala, written in the 17th century by Qazi Muhammad, is an example of Arab Malayalam literature. The Christian missionaries who came to Kerala also developed literature in Malayalam. Let's look at the literary work of the missionaries. Samsheba Vedartham, Puttanpana by Arnos Padari, Vartamana Pustakam of Paraimakal, Thoma Kattanar. കേരളത്തിലേക്ക് കച്ചവടത്തിനായി വന്ന അറബികളുടെ അറബി ഭാഷയുടെ സ്വാധീനത്താൽ അറബി മലയാളം എന്ന ഒരു ഭാഷാരീതി പ്രചരിച്ചു. 17th സെഞ്ച്വറിയിൽ ഗാസി മുഹമ്മദിൻ്റെ മുഹിയുദ്ദീൻ മാല അറബി മലയാളത്തിൽ എഴുതിയ കൃതിയാണ്. ഗാസി മുഹമ്മദിൻ്റെ മുഹിയുദ്ദീൻ മാല. 18th സെഞ്ച്വറിയിൽ കേരളത്തിലെത്തിയ ക്രിസ്ത്യൻ മിഷണറിമാർ മലയാളത്തിൽ സാഹിത്യകൃതികൾ രചിച്ചു. അവരുടെ പ്രധാന കൃതികളാണ് സംക്ഷേപ വേദാർത്ഥം, അർനോസ് പാദരിയുടെ പുത്തൻപാന, പാറേമാക്കൻ തോമ കത്തനാരുടെ വർത്തമാന പുസ്തകം. It was during the medieval period that distinct art forms of Kerala developed. Some of these art forms are given below. മോഹിനിയാട്ടം, കഥകളി, ഓട്ടൻതുള്ളൽ, തെയ്യം, പടയണി, ഒപ്പന, മാർഗംകളി, ദഫ്മുട്ട്, പരിചകളി, കൂടിയാട്ടം, ചാക്യാർകൂത്ത്, ചവിട്ടുനാടകം. During the medieval period, there was progress in the field of Ayurveda, mathematics, astrology and architecture. In-depth experiments were conducted in the field of mathematics and architecture. Shankara Narayanan, Sangrama Madhavan, Vadacheri Parameshwaran, Neelakanta Somayaji were the prominent mathematicians of this period. It was during the medieval period that growth in literature and poetry in Malayalam language, distinct art forms, important socio-economic institutions, growth in scientific field, etc. happened. In brief, the salient features of Kerala culture developed during this period. മിഡിവൽ പീരീഡിലെ കേരളത്തിൽ ശാസ്ത്രമേഖലയിലും കലാസാഹിത്യ മേഖലകളിലും സാംസ്കാരിക മേഖലയിലുമെല്ലാം വളരെയധികം ഗുണപരമായ മാറ്റങ്ങൾ സംഭവിച്ച കാലഘട്ടമാണ്. കേരള സംസ്കാരത്തിൻ്റെ സവിശേഷ മുദ്രകൾ രൂപപ്പെട്ടത് മിഡിവൽ പീരീഡിലാണ്.